യു ടു ബ്രൂട്ടസ്. നിങ്ങൾ വലിയ കവറൊക്കെ കൊടുത്ത് ആഘോഷിച്ചിരുന്നത്. എന്നെ സഹായിക്കാരെന്നുള്ള വ്യാജേനയാണ് നാസർ ഇൻ്റർവ്യൂ ചെയ്തെങ്കിലും അതങ്ങോട്ട് അച്ചടിച്ച് വന്നപ്പോൾ നല്ല സഹായമായിരുന്നു. പൊളിറ്റിക്സ് എങ്ങനെയാണ്? സഡനായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ബീഹാറിലെ ഒരു ജനവിധി വേണമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വേണം മാറ്റിമറിക്കും. ഒന്ന് മതി. അറബ് ലോകത്ത് അല്ലെങ്കിൽ മറ്റ് മൂന്നാം ലോകങ്ങളിൽ കാട്ടിക്കൂട്ടണ ഈ തേർവാഴ്ചയുടെ ഒരു സ്വഭാവം എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷേ ഈ മാഫിയ സംഘങ്ങളെ അല്ലെങ്കിൽ ആൾദൈവ കൾച്ചറിന് ഇതിനൊക്കെയും നമ്മൾ ഒരു നിർത്തേണ്ടതല്ലേ നമ്മൾ? കേവലം ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ഒരു സംവിധാനത്തിലോ മാത്രം അർപ്പിതമായൊരു സംഭവമല്ല. ഞാൻ ആ പാർലമെൻറ്റിൻ്റെ കണക്കെടുത്ത് പോകുമ്പോൾ വളരെ സംതൃപ്തിയാണ്. 94% ബുട്ടാസിൻ്റെ ഹാജരുണ്ട്. ഒരുപാട് വിഷയങ്ങളിൽ ഇടപെട്ടതിനുള്ള രേഖകളുണ്ട്. നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അതിൽ ഒരു സുഹൃത്ത് എന്നുള്ള നിലക്ക് അഭിമാനിക്കുകയാണ്. പക്ഷേ ബുട്ടാസ് ഈ പറഞ്ഞതുപോലെ വളരെ ചുരുങ്ങിയ ഒരു വൃത്തത്തിലേക്ക് ഈ ലെഫ്റ്റും അല്ലെങ്കിൽ ആ സെക്കുലർ ഭാഗങ്ങളും മാറുമ്പോൾ ആ നിരാശ തന്നെയാണ് ഇപ്പോഴും അതിജയിച്ച് നിൽക്കുന്നതെന്നറിയാം. അല്ല, നമ്മുടെ ഇടതുപക്ഷ അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്യുലർ സ്പേസസ് ഷ്രിങ്ക് ചെയ്ത് വരും എന്നുള്ളൊരു വലിയൊരു സംഭവമാണ്. അതൊരു പൊതുവാകുമ്പോൾ നമ്മുടെ സർവകലാശാലകൾ, അതായത് ഇപ്പം, പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുന്ന പോലെയല്ല RSS ഭരിക്കുന്നത്. നാസർ നേരത്തെ പറഞ്ഞ വളരെ പ്രസക്തമായ കാര്യമാണ്. അതായത് ഒരു ഡെമോക്രസി നിൽക്കുന്നത് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ മുകളിലാണ്. ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ മാത്രമല്ല, UGC മാത്രമല്ല, ഒരു കോളേജ് പോലും ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഒരു യൂണിവേഴ്സിറ്റി പോലും ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നോക്കുക, ഈ സർക്കാർ സമസ്ത തലങ്ങളിലും നുഴഞ്ഞു കയറി ഇൻസ്റ്റിറ്റ്യൂഷൻസ് മുഴുവൻ കേവിൻ ചെയ്യപ്പെട്ടു. ഇന്ന് എന്തുകൊണ്ടാണ് ഈ സുപ്രീം കോടതിയൊക്കെ നമുക്ക് ഒരുപാട് ആശങ്കകൾ നൽകുന്ന രൂപത്തിൽ ചില വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുന്നത്? എന്താ കാരണം? ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ഹൈജാക്ക് ചെയ്യപ്പെടുന്നൊരു സിറ്റുവേഷൻ ഉണ്ട്. ഒരു ജഡ്ജിയെ സർക്കാരിന് പറയാണ് ഇന്ന സംസ്ഥാനത്തേക്ക് സ്ഥലം മാറ്റണമെന്ന് പറഞ്ഞ് അതിൽ കേവിൻ ചെയ്ത ഒരു കൊളീജിയമാണ് നമുക്കുള്ളത്. എന്താ കാരണം? അതായത് അവിടെ നിന്ന് കഴിഞ്ഞാൽ സീനിയറാണെങ്കിൽ കൊളീജിയത്തിൻ്റെ ഭാഗമാവും. ആ ഹൈക്കോടതിയിലെ ഭാവി നിയമനങ്ങളെല്ലാം അത് ബാധിക്കും. നോക്കൂ എത്ര കാൽക്കുലേറ്ററാണ് വരുന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ JNU തന്നെ ഞാൻ നോക്കിയപ്പോൾ ഈ ഗവൺമെൻറ് വന്ന ശേഷം അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ഒരു 100-200 പേരെങ്കിലും അധ്യാപകരായിട്ട് അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പ്രത്യയശാസ്ത്രജ്ഞ ആൾക്കാരാണ്. വേദിക് സയൻസ്, മറ്റത് മറിച്ചത്, മാങ്ങാത്തൊലി, മറ്റേ ചാണകം, മറ്റത് മറിച്ച്, ഇമാതിരി റിസർച്ചൊക്കെ നടത്തിയിട്ടുള്ള ആൾക്കാരെയാണ് അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ അകക്കാമ്പ് യഥാർത്ഥത്തിൽ വല്ലാത്ത പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുകയാണ്. അതുകൊണ്ട് മോഡി സർക്കാർ പോയാലും ഒരുപക്ഷേ ഈ ടോക്സിസിറ്റി എന്നുള്ള സാധനം അത് കുറേ കൂടി നിലനിൽക്കുമെന്നുള്ള കാര്യം തർക്കമില്ല. പക്ഷെ അങ്ങനെ പോകുന്നപ്പോൾ തോന്നുന്നൊരു സാഹചര്യം ഉണ്ടോ? എനിക്ക് വലിയ പ്രതീക്ഷയുണ്ട്. ഞാൻ ഒരു പെർപെച്വൽ ഓപ്റ്റിമിസ്റ്റാണ്. ഞാൻ നാസറോട് ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, കഴിഞ്ഞ ഈ അയോധ്യ പ്രാണപ്രതിഷ്ഠയും പുതിയ അമ്പലമൊക്കെ അങ്ങോട്ട് കമ്മീഷനുള്ള വാക്ക് ശരിയല്ലെങ്കിൽ പോലും അത് തുടങ്ങിയ ശേഷം അന്നത്തെ ഒരു പ്രതീതി എന്തായിരുന്നു? മോഡി ഇങ്ങനെ രമ്പുക എന്നുള്ളതല്ലേ. ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളും പതാക വാഹകരായില്ലേ ആ സമയത്ത്? പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ 272 എന്നുള്ള മാജിക് നമ്പർ തൊടാൻ പറ്റിയില്ല, 240 സ്ലിപ്പ് ചെയ്തു. വാരാണസിയിൽ പോലും ഡിപ്പോ. ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ, ഈ ക്രമക്കേടും ഈ സ്ഥാപനങ്ങളൊക്കെ ഉപയോഗിച്ചുള്ള അട്ടിമറികൾ നടന്നില്ലായിരുന്നെങ്കിൽ അത് വിട്, അട്ടിമറിയും നടന്നിട്ടില്ല എന്ന് വിചാരിച്ചോളൂ. ഇന്ത്യയിലെ മാധ്യമങ്ങൾ കറകളഞ്ഞ മോഡി ഭക്തിയിൽ നിന്ന് മാറി അല്പം നിഷ്പക്ഷമായിട്ട്, നിഷ്പക്ഷത്തിനുള്ള വാക്ക് ശരിയല്ലെങ്കിൽ പോലും ഞാൻ പറയാം, അല്പം ഫെയറായിട്ട് റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ, ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ഈ 240 200 മാറിയിരുന്നു. കറക്റ്റായിട്ട് പറയാം. ഞാൻ മാധ്യമ രംഗത്തും കൂടി പ്രവർത്തിച്ചൊരു വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, ഒരു സാമൂഹ്യ ശാസ്ത്ര വിദ്യാർത്ഥി എന്ന നിലയിലും പറയുകയാണ്. അതായത് 200 താഴെയാവും. എന്നിട്ടും 240 കൊണ്ട് എത്തിച്ചില്ലേ? ആ 240 എന്ന് പറഞ്ഞാൽ 2 ഊന്നുവടിയുടെ സഹായത്തോടെ ഇന്ന് മോഡി ഭരിക്കുന്നത്, അല്ലാതെ ഭൂരിപക്ഷമൊന്നുമില്ല. അതുകൊണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട്, പെർപെച്വൽ ഓപ്റ്റിമിസ്റ്റ്. ഞാൻ ഒരുപാട് സർക്കാരുകളുടെ വരവും പോക്കും കണ്ടിട്ടുള്ള ആളാണ്. എൻ്റെ കഴിഞ്ഞൊരു 4 പതിറ്റാണ്ട് കാലത്ത് 4-3 ഭൂരിപക്ഷത്തിൽ വന്ന രാജീവ് ഗാന്ധി ആ തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ മൂക്ക് കുത്തി വീഴുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു? അന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പൊളിറ്റിക്സ് എങ്ങനെയാണ്? സഡനായിരിക്കും ചിലപ്പോൾ. ഇപ്പോൾ ബീഹാറിലെ ഒരു ജനവിധി വേണമെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ വേണം മാറ്റിമറിക്കാൻ. ഒന്ന് മതി. 2 ഊന്നുവടികൾ ഒന്ന് തട്ടിപ്പോയാൽ തീർന്നു. അതുകൊണ്ട് നാസറെ, എനിക്ക് യാതൊരു തരത്തിലുള്ള ഈ പറഞ്ഞ പോലെ
എല്ലാം സർവ്വവും ഇരുള് മൂടി എന്നുള്ള ചിന്തയില്ല. എനിക്ക് ശുഭാപ്തി വിശ്വാസത്തിൻ്റെ ഒരുപാട് കിരണങ്ങൾ എൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ ഈ പാർലമെൻറ്റിലെ ഇപ്പോൾ രാജ്യസഭാ ഗാലറിയിലും ലോക്സഭാ ഗാലറിയിലും ഒക്കെ ഒരുപാട് കാലം ഇരുന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ പിന്നീട് ബിട്ടാസ് താഴോട്ട് ഇറങ്ങി അവിടെ ഈ കാര്യങ്ങൾ വേറൊരു രൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ ഈ കുറഞ്ഞ കാലയളവാണെങ്കിൽ പോലും സംതൃപ്തിയുണ്ട് ഒരു പാർലമെൻറ്റേറിയൻ എന്ന നിലക്കല്ലേ. പാർലമെൻറ്റേറിയൻ എന്നുള്ള എനിക്ക് സംതൃപ്തിയുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ മാധ്യമപ്രവർത്തകർ എന്നൊക്കെ പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തിയിരുന്നു. ഇപ്പം ഞാൻ യഥാർത്ഥത്തിൽ ഒരു മാധ്യമപ്രവർത്തകനായി അറിയപ്പെടാൻ ആഗ്രഹിക്കുന്ന ആളല്ല. ഒന്ന്, മാധ്യമപ്രവർത്തനം ഇന്നില്ല ഇന്ത്യയിൽ അത് അസ്തമിച്ചു. രണ്ടാമത്തെ കാര്യം, നിങ്ങളെല്ലാം ജനങ്ങൾ മുഴുവൻ നമ്മൾ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ മാപ്ര എന്ന് വിളിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ഒരു പ്രൊഫഷൻ തന്നെ ഇല്ലാതായി എന്നുള്ള ഒരു ജേർണലിസ്റ്റ് എന്നുള്ള സാധനമൊന്നും ഇപ്പോൾ ഇല്ല. രണ്ടാമതൊരു MP എന്ന നിലയിൽ കുറേം കൂടി ഫലപ്രദമായിട്ട് ഇൻ്റർവ്യൂ ചെയ്യാൻ പറ്റുന്നുള്ളൊരു ഇതുണ്ട്. നമുക്കൊരു സ്പേസ് കുറേം കൂടി പല കാര്യങ്ങളിലും. അതുകൊണ്ട് നമ്മൾ പറയുന്നതൊക്കെ നടപ്പിലാകുന്നൊന്നുമല്ല, പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ആൾക്കാരുണ്ട്. അതിൻ്റെ ചില സ്വാധീനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വേണമെങ്കിൽ ഉണ്ടാകാം. എന്താ നമ്മുടെ മലയാളത്തിൽ പറഞ്ഞ അനുരണനങ്ങൾ പല രൂപത്തിലും ഭാവത്തിലും വരാം. അത് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് നല്ലൊരു സംതൃപ്തി തരുന്നതാണ്. പക്ഷേ ഇനിയും കുറേം കൂടി കഠിനാധ്വാനം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട് എനിക്ക് ഓർമ്മിച്ചെടുക്കുകയാണ്. ഇപ്പോൾ കപൂർത്തല ഹൗസിൽ കൈരളിയുടെ ഒരു ഓഫീസ് വരുന്നു. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട ഒരു അസൈൻമെൻറ്റായിട്ട് ഏറ്റെടുത്തത് കുവൈത്തിൽ പോയിട്ട് അവിടുത്തെ ഒരു പ്രധാന ചാനലിൻ്റെ തലപ്പത്തുള്ള ഒരാൾ നടത്തിയ അഴിമതിയുടെ റിപ്പോർട്ട് പുറത്തു കൊണ്ടുവരികയാണ്. അത് ടെലികാസ്റ്റ് ചെയ്യുന്നതിന് മുമ്പേ ബിട്ടാസ് അനുവദിച്ചുകൊണ്ട് ഞാനും അത് കണ്ടു. അപ്പോൾ അവിടെ നിന്നാണ് കൈരളിയിലൂടെ പല ഘട്ടങ്ങളിലേക്ക് ഒടുവിൽ അതിൻ്റെ ഏറ്റവും സാരഥ്യത്തിലേക്കൊക്കെ എത്തുന്ന ഒരവസ്ഥയിലേക്കും വന്നത്. ബിട്ടാസ് ആ ഒരു കാലമുണ്ടല്ലോ, ആ ഒരു ഡൽഹിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഈ സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്താനും കേരളീയ സമൂഹത്തിൽ ഒരു അറിയപ്പെടുന്ന ഒരു മാധ്യമപ്രവർത്തകനായിട്ട് മാറാനും അതേക്കുറിച്ച് കൂടി ഓർക്കുന്നു. ഞാൻ ഈ ദൃശ്യമാധ്യമ രംഗത്തേക്ക് മാറുമ്പോൾ അന്ന് പ്രിൻ്റ് എന്ന് പറയുന്നാൽ വലിയ തിണ്ണബലമുള്ള സാധനമാണ്. അന്ന് എനിക്ക് ഓർമ്മയുണ്ട്, ഈ പാവപ്പെട്ട ടെലിവിഷൻകാരെയൊക്കെ വരുമ്പോൾ കമ്പും കണയൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ അവർ ഒരു നിർധന വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ. അവരെ ഇൻവെർട്ടർ കോമ അധസ്ഥിത വിഭാഗമായിട്ടാണ് കാണുന്നത്. ചലഞ്ചിങ്. അപ്പം വളരെ സുരക്ഷിതമായിട്ടൊരു പ്രിൻ്റ് മേഖലയിൽ നിന്ന് ഇത്രയും വോളട്ടാലിറ്റിയുള്ള, ഭയങ്കര ആകസ്മികതയുള്ള അല്ലെങ്കിൽ അനിശ്ചിതത്വമുള്ള ഒരു ദൃശ്യമാധ്യമ രംഗത്തേക്ക് എന്തിനാണ് മാറുന്നത് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. എൻ്റെ ആ ലെവലിലുള്ള ആരും പോകാൻ തയ്യാറായിരുന്നില്ല. ഈ പറഞ്ഞ അല്ലെങ്കിൽ നിവൃത്തിയില്ലാതെ പോയ ആൾക്കാരുണ്ട്. സുരക്ഷിതമായിട്ടുള്ളൊരു ഓഫീസും ഞാനൊരു സ്ഥാപനത്തിൻ്റെ ഡൽഹിയിലെ ബ്യൂറോ ചീഫൊക്കെ അല്ലെങ്കിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള താമസ സൗകര്യം ഉൾപ്പെടെ എല്ലാം ഉള്ള ഒരു പദവിയിൽ നിന്ന് ഞാനെന്തിനാണ് ഇത്രയും അനിശ്ചിതത്വം നിലനിൽക്കുന്ന ഒരു ദൃശ്യമാധ്യമ രംഗത്തേക്ക് മാറുന്നതെന്ന് എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ എനിക്കെപ്പോഴും ഒരു കുറച്ച് ചലഞ്ചസ് എടുക്കണമെന്ന് എനിക്ക് എപ്പോഴും ആഗ്രഹമുണ്ട്. ആ ഒരു മാറ്റം എൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തി. എന്താ കാരണം എന്ന് വെച്ചാൽ അന്ന് ഈ 2000 ആണ്ടിൽ, അതായത് ഈ പറഞ്ഞ 25 വർഷം മുമ്പ് ഒരു ദൃശ്യമാധ്യമ രംഗത്തേക്ക് മാറിയത് കൊണ്ട് പിന്നീട് ആ ദൃശ്യമാധ്യമ രംഗത്തിൻ്റെ തലപ്പത്ത് വരാൻ വേണ്ടിയിട്ട് എനിക്കൊരു അവസരം ലഭിച്ചു. അന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് നാസറേ, 34-35 വയസ്സുള്ളപ്പോഴാണ് കൈരളി TV MD സ്ഥാനം ഞാൻ ഏറ്റെടുക്കുന്നത്, MD എഡിറ്റർ. അന്ന് തല നരച്ച് നല്ല വയറൊക്കെ ഉള്ള കുമ്പയൊക്കെ ഉള്ള ആൾക്കാരല്ലാതെ ഒന്നും ഒരു എഡിറ്ററാവില്ല ആ കാലഘട്ടത്തിൽ. 32 വയസ്സുള്ള ആരും എഡിറ്ററാവില്ല, അല്ലെങ്കിൽ വലിയ കുടുംബത്തിൻ്റെ തായ് വഴിയിൽ വരണതാണ്. അപ്പോൾ പല ആൾക്കാരുടെയും നെറ്റി ചുളിഞ്ഞൊരു സമയമാണ്. ഇവരെന്ത് ചെയ്യും, ഇവരെ കൊണ്ട് എന്ത് പറ്റും. എനിക്കാണെങ്കിൽ പ്രത്യേകിച്ച് മാനേജ്മെൻറ്റ് പ്രാഗൽഭ്യമൊന്നുമില്ല. എന്തോ അങ്ങനെയൊക്കെ പല എന്താ പറയുക മടക്കുകളിലൂടെ ചുരുളുകളിലൂടെ നമ്മുടെ ജീവിതം മുമ്പോട്ട് പോയി. അന്ന് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്ത വലിയൊരു പ്രതിസന്ധിയിൽ അകപ്പെട്ടിരുന്ന ഒരു സ്ഥാപനത്തിന് തലപ്പത്ത് പ്രതിഷ്ഠിക്കുമ്പോൾ എന്നോട് എന്നെ വളരെ എന്നോട് അടുപ്പമുള്ള സൗഹൃദ ഉള്ള ആൾക്കാർ പറയുന്നു, ഇതെല്ലാം തൻ്റെ തലയിൽ വീണ് താൻ പൊട്ടിപ്പോകുന്നു. അങ്ങനെ പോയി മാറി പല അനുഭവങ്ങളും നമുക്ക് കിട്ടി. പക്ഷെ അവിടെ നിന്നാണ് ആളുകളൊക്കെയും ഒരു പക്ഷേ ബിട്ടാസിനെ നിശിതമായി വിമർശിച്ചു. ബിട്ടാസ് മറ്റൊരു ചാനലിൻ്റെ, അതും കേരളത്തിലെ ആദ്യത്തെ ഒരു സ്വകാര്യ ചാനലിൻ്റെ തലപ്പത്തേക്ക് അതിൻ്റെ ബിസിനസ് ഇൻചാർജായിട്ട് പോകുന്നു എന്നുള്ളത്. അപ്പോൾ ഞാനും അത് ബിട്ടാസുമായിട്ടൊന്നൊരു അഭിമുഖം നടത്തി മാധ്യമം വീക്കിലിയിൽ പബ്ലിഷ് ചെയ്തു. അവരതിന് കൊടുത്ത തലക്കെട്ട് യൂട്യൂബ് ബ്രൂട്ടസ്. നിങ്ങൾ വലിയ കവറൊക്കെ കൊടുത്ത് ആഘോഷിച്ചിരുന്നത്. എന്നെ സഹായിക്കാനെന്നുള്ള വ്യാജേനയാണ് നാസർ ഇൻ്റർവ്യൂ ചെയ്തെങ്കിലും അതങ്ങോട്ട് അച്ചടിച്ച് വന്നപ്പോൾ നല്ല സഹായമായിരുന്നത്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പണി ചെയ്തു. അത്
ഒന്നും കുഴപ്പം, ഞാൻ വളരെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ കാണുന്ന ഒരാളാണ്. അതോടൊപ്പം തന്നെ എനിക്കിപ്പോഴും സങ്കടകരമായിട്ട് തോന്നുന്നത് പിന്നെ ഗെയിൽ ട്രേഡ്വെല്ലിൻ്റെ ഇൻ്റർവ്യൂ, അതും അമേരിക്കയിലൊക്കെ പോയിട്ട് ആ ഒരു ഇൻ്റർവ്യൂ എടുത്തു. അത് കേരളീയ സമൂഹം വലിയ തോതിൽ തന്നെ ഈ പിന്നെ പുരോഗമനവാദികളും സെക്കുലർ സമൂഹമൊക്കെ ഉൾക്കൊണ്ടു. കാരണം ചില കാര്യങ്ങൾ പുറത്തറിയേണ്ടതുണ്ട്. പക്ഷേ എനിക്കുള്ള സങ്കടം അതല്ല, അതിപ്പം വന്ന് ഒരുപക്ഷേ ഈ പുരോഗമന മന്ത്രിമാർ പോലും അവരെ മുത്തം വെക്കുന്നൊരവസ്ഥയിലേക്ക് വരുമ്പോൾ ആ ഒരു ഗണന ഉണ്ടല്ലോ, അതൊരു സങ്കടകരമായിട്ടുള്ള. അല്ല, അത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ സമൂഹവും കേരളത്തിലെ സമൂഹവും കണ്ടീഷൻ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം നാസർ പറഞ്ഞിട്ടുള്ള ഇതൊക്കെ ഇപ്പം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങളല്ലേ ഇതിനൊക്കെ എല്ലാം വേദിയാകുന്നു, ഇതിനൊക്കെ വേദിയാകുന്ന മുഖ്യധാര മാധ്യമങ്ങളല്ലേ. അന്ന് ഞാൻ നാസറോട് ചോദിച്ചോട്ടെ, അങ്ങനെ ഒരു അഭിമുഖം ഞാനല്ലാതെ ആരെങ്കിലും എടുക്കുമോ? അങ്ങനെ അല്ല, പല സാഹസങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട്. അതിൽ ഫേസ്ബുക്കിലൂടെ വിശദീകരണവും നടത്തേണ്ടി വന്നു അന്ന് വിട്ടാസ്. പല രൂപത്തിൽ. ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായി, ഇറാഖ് യുദ്ധകാലത്ത് ഞാൻ ബാഗ്ദാദിൽ പോയി റിപ്പോർട്ട് ചെയ്ത ആളാണ്. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്താ ഭ്രാന്തുണ്ട് അവിടെ പോയിട്ട് ചെയ്യാൻ? പക്ഷേ അതെനിക്ക് നൽകിയ തിരിച്ചറിവെന്ന് പറഞ്ഞാൽ ചെറുതല്ല. എന്താണ് സാമ്രാജ്യത്വം, എന്താണ് ഈ അധീശത്വം എന്ന് പറയുന്നത്? ഇവർ ജനാധിപത്യത്തിൻ്റെ പേരിൽ ഈ അറബ് ലോകത്ത് അല്ലെങ്കിൽ മറ്റ് മൂന്നാം ലോകങ്ങളിൽ കാട്ടിക്കൂട്ടണ ഈ തേർവാഴ്ചയുടെ ഒരു സ്വഭാവം എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ ഗാസയെക്കുറിച്ച് ചർച്ച ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാനന്ന് ബാഗ്ദാദിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു അൽ അമീറിയ ഷെൽട്ടറിൽ പോയി. അത് UN അപ്രൂവ്ഡ് ഷെൽട്ടറാണ്, ബങ്കർ എന്ന് വെച്ചാൽ സിവിലിയൻസിന് സുരക്ഷിതമായി താമസിക്കാനാണ്. ആ ഷെൽട്ടറിലേക്ക് അമേരിക്ക ലേസർ ഗൈഡഡ് ബോംബിട്ടു. ലേസർ ഗൈഡഡ് വെച്ചാൽ ബങ്കറായതുകൊണ്ട് സാധാരണ ബോംബിട്ട കാര്യമില്ല. അപ്പം ഈ ചെറിയ കിളിജാലകത്തിലൂടെ ഈ ബോംബ് ഇങ്ങനെ പോയിട്ട് ആ ബങ്കർ കയറി പൊട്ടി സ്ഫോടനം. നിങ്ങൾ മനസ്സിലാക്കണം, 16,000 ഡിഗ്രിയാണ് ചൂട്. നോക്ക്, നമുക്കൊരു 40 ഡിഗ്രി 50 ഡിഗ്രി ആകുമ്പോൾ. അപ്പോൾ 400 പേര് ആ ബങ്കറിലുണ്ടായിരുന്നു. തലേദിവസം വിവാഹം കഴിച്ച ആൾക്കാർ, തലേദിവസം വിവാഹം കഴിച്ച് വിവാഹ വസ്ത്രത്തിൽ ഈ അലാറം സൈറം മുഴങ്ങിയപ്പോൾ ബങ്കറിലേക്ക് കയറിയിട്ടുള്ള ഒരു ചെറുപ്പക്കാരെയും ആ വിവാഹ വസ്ത്രത്തിൽ ഭിത്തിയിലേക്ക് ഉരുകിച്ചേർന്നു. നമുക്ക് കാണാം ആ ഒരു മനുഷ്യ ശരീരങ്ങളിങ്ങനെ ഉരുകിച്ചേർന്നു. അങ്ങനെ ഒരുപക്ഷെ ഈ പൈശാചികതയുടെ ഇതുപോലുള്ള ഒരുപാട് രൂപങ്ങളും പ്രതിരൂപങ്ങളും നമുക്ക് കാണാൻ കഴിഞ്ഞു. ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയിൽ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ബാക്കിപത്രം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഇതുപോലുള്ള കാഴ്ചകളാണ്. അത് ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതൊക്കെ നമുക്കൊരുപാട് തിരിച്ചറിവ്. ഞാനെന്നുള്ള ഒരു സാമൂഹ്യ ജീവിയെ, പൊതുപ്രവർത്തകനെ കരുപ്പിടിപ്പിക്കുന്നതിൽ ഇതുപോലുള്ള വഴിത്താര അനുഭവങ്ങൾ എനിക്ക് നന്നായിട്ട് അതേസമയത്ത് ഈ മാഫിയ സംഘങ്ങളെ അല്ലെങ്കിൽ ആൾദൈവ കൾച്ചറിനെ ഇതിനൊക്കെയും നമ്മൾ ഒരു നിർത്തേണ്ടതല്ലേ നമ്മൾ? അതിനപ്പുറത്തേക്ക് അതിനൊരു ആധികാരികതയും ഒരു വലിയ ഒരു മുദ്രയും നൽകുന്നത് ഗുണം ചെയ്യുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞില്ല, അത് കേവലം ഒരു വ്യക്തിയിലോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിലോ ഒരു സംവിധാനത്തിലോ മാത്രം അർപ്പിതമായൊരു സംഭവമല്ല. ഞാനെപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ബേസിക്കലി ഒരു സമൂഹത്തിൻ്റെ സ്വഭാവത്തെ മാറ്റുന്നതിൽ എൻ്റെ കൾച്ചറൽ വളരെ പ്രധാനം. ഈ കൾച്ചറൽ ഡെസിഗ്നേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് മീഡിയയാണ്. നമ്മുടെ മീഡിയയൊക്കെ എത്രത്തോളം പ്രതിലോമകരമായി എന്ന് ചിന്തിച്ചു നോക്കുക. ഇപ്പം മീഡിയയൊക്കെ ഇങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇപ്പോൾ സദ്ഗുരു ശ്രീ രവിശങ്കർ എന്നൊക്കെ പറഞ്ഞ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യപ്പെടുകയാണ്. അപ്പോൾ അതിനെതിരെയൊക്കെ നമുക്ക് നീന്തുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ബുദ്ധിമുട്ട്, അധികാര കേന്ദ്രങ്ങൾ എല്ലാം ഒറ്റപ്പെട്ട ശബ്ദങ്ങളെ ഉള്ളൂ സ്വാഭാവികമായിട്ടും. ഇപ്പം പണ്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊക്കെ കോളേജിൽ പഠിച്ചിരുന്ന സമയത്ത് ഈ പറഞ്ഞ അനാചാരവും അന്ധവിശ്വാസമൊക്കെ ഭയങ്കരമായിട്ട് വിമർശിക്കപ്പെടുന്നതാണ്. ഇന്ന് ഈ അനാചാരവും അന്ധവിശ്വാസമൊക്കെ കൊണ്ടു നടക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, വലിയ സെലിബ്രിറ്റീസാണ്, എന്തോ വലിയ കാര്യം പോലെയാണത്. അപ്പം ഇങ്ങനെയുള്ള മുദ്രകൾക്കൊക്കെ ഒരുപാട് സ്വീകാര്യത നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചു. ഞാൻ അതിനെ ആരെയും കുറ്റപ്പെടുത്തില്ല. എനിക്ക് വളരെ രസകരമായൊരു സംഭവം എന്ന് വെച്ചാൽ, ഈ 2 പോപ്സ് എന്നുള്ളൊരു പടമുണ്ട്, അത് നാസർ കാണുന്നതാണ്. അത് പഴയ ബെനഡിക്റ്റ് മാർപ്പാപ്പയും പിന്നീട് മാർപ്പാപ്പയായ ഫ്രാൻസിസ് മാർപ്പാപ്പ, അന്ന് അദ്ദേഹം കർദിനാളാണ്, അവർ തമ്മിലുള്ള സംഭാഷണം. അപ്പോൾ ഈ കത്തോലിക്ക സഭയിലെ ഒരുപാട് പ്രശ്നങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ബെനഡിക്റ്റ് മാർപ്പാപ്പ പറയുകയാണ്, ഫ്രാൻസിസ് മാർപ്പാപ്പയോട്, കർദിനാളോട് പറയുകയാണ്, അല്ല അതിന് പ്രത്യേകിച്ച് ആരെയും ഒന്നും കുറ്റപ്പെടുത്താൻ പറ്റില്ല എന്ന്. ഉടനെ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുകയാണ്, അങ്ങനെ ഒരാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ നമുക്കെല്ലാം ആ കുറ്റം ഏറ്റെടുക്കേണ്ടി വരും. ദെൻ ഇഫ് നോബഡി ഈസ് റെസ്പോൺസിബിൾ, വി ആർ ഓൾ റെസ്പോൺസിബിൾ. ഐ തിങ്ക് വി ആർ ഓൾ റെസ്പോൺസിബിൾ.
ഇപ്പോൾ ഫാരിസ് അബൂബക്കറിൻ്റെ അഭിമുഖം നടത്തിയപ്പോൾ ഇതേ വിവാദങ്ങളും പിന്നെ അവർ ജേർണലിസ്റ്റിക് ദൗത്യമാണെന്നാണ് ബിട്ടാസ് ന്യായീകരിച്ചത്. അത് ന്യായം തന്നെയാണോ നമ്മൾ എല്ലാ സമയത്തും നമുക്ക് പറയാനുണ്ടാവുക? അല്ല, ഞാൻ എന്നെ ആരും സ്ക്രിപ്റ്റ് ചെയ്തിട്ടോ എന്നെ ആരും പ്രോംപ്റ്റ് ചെയ്തിട്ടൊന്നുമല്ല. ഒരു മാധ്യമപ്രവർത്തകന് അതിൻ്റേതായിട്ടുള്ളൊരു ഇതുണ്ടാവില്ല. ഇപ്പം അതൊക്കെ ഒരുപാട് കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്. പക്ഷേ നാസർ ഇങ്ങനെ കുത്തി കുത്തി വളരെ സ്നേഹത്തോടെയാണ് ചോദിക്കുന്നതെങ്കിൽ പോലും അതിനുള്ളൊരു ചാതിരി ഈ നാസറിൻ്റെ ജാതകം മുഴുവൻ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പലതും വെളിപ്പെടുത്താതിരിക്കാൻ നല്ലതല്ലേ. ഇതെല്ലാം ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പം എൻ്റെ ഒരു മൊത്തത്തിലുള്ളൊരു വഴിത്താര നോക്കുകയാണെങ്കിൽ ഒരുപാട് ഇങ്ങനെയുള്ള ഒരുപാട് റിസ്ക്കുകളും അഡ്വഞ്ചറുകളും ഒക്കെ എടുക്കും നമ്മൾ. പക്ഷേ മാധ്യമപ്രവർത്തനം എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ളതല്ലേ. നമ്മുടെ ചാമെന്ന് പറഞ്ഞാൽ എന്താണ്? അതല്ലേ കൃത്യമായിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് 10 സെൻറ്റിമീറ്റർ വാർത്ത ഞാനിങ്ങനെ എഴുതുകയാണ്, ഇന്ന് ചരമ വാർത്ത ഇന്ന്. നമ്മളൊക്കെ അങ്ങ് ഇറങ്ങി പോവല്ലേ ദാസറെ. നമ്മളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മളൊക്കെ യു പിയിലേക്കും ബീഹാറിലേക്കൊക്കെ പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഒരു സാധാരണ അവിടുത്തെ റോഡ് ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറിയിരിക്കുക, ഒരു തീവണ്ടിയിൽ റിസർവേഷൻ പോലും ഇല്ലാതെ ഞാൻ പോയിട്ടുള്ളത്. ഈ അയോധ്യയിലേക്കൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഫൈസാബാദിലേക്ക്, ലക്നൗവിൽ നിന്ന് ഫൈസാബാദിലേക്ക് പോകുന്ന പിന്നെ യു പി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സിൽ കയറി ഇരുന്നിട്ട് അവിടെ ഇറങ്ങും, ചടാക്ക് പിടിച്ചൊരു ബസ്. എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് ഒരു കുതിരവണ്ടിയിലാണ് ഞാൻ അയോധ്യയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. ഇന്ന് നമ്മുടെ ഈ പറഞ്ഞ കൊടികെട്ടിയ മാധ്യമപ്രവർത്തകരോട് അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും, ഇതൊന്നും വെറുതെ പറയണമെന്ന്. ഇതൊക്കെ എനിക്കറിയില്ലേ. നീ പണ്ട് ഉപയോഗിച്ച 2 വീലർ ഹോണ്ട ഉണ്ടല്ലോ, അതിപ്പോൾ ഓർമ്മ? 2 വീലർ എനിക്ക് ആകെ ഒരു വണ്ടിയുടെ നമ്പറേ ഓർമ്മയുള്ളൂ നാസറേ. അതായത് ഞാൻ ഡൽഹി വരുമ്പോൾ MA ബേബിയുടെ പേരിലായിരുന്നു ആ വണ്ടി. എന്താ കാരണം എന്നറിയോ? MB കോട്ടയിൽ മാത്രമേ വണ്ടി കിട്ടുള്ളൂ അന്ന്. അല്ലെങ്കിൽ വെയിറ്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ആരോടെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? അന്ന് ബജാജ് സൂപ്പർ 6815, DDN 6815. എനിക്ക് എൻ്റെ മനസ്സിൽ ഏക ഓർമ്മയുള്ള ഒരു ടെലിഫോൺ നമ്പറും എനിക്ക് ഓർമ്മയില്ല. അതിനുശേഷം എത്രയോ വണ്ടികൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, അത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ആ വണ്ടിയിലാണ് ഞാൻ ഡൽഹി കണ്ടത്. പക്ഷെ അന്ന് കണ്ട ഡൽഹി അല്ല ഇന്നത്തെ ഡൽഹി. അന്ന് നിസാമുദ്ദീനിൽ പോയി ബീഫ് മേടിക്കും, INA മാർക്കറ്റിൽ പോയിട്ട് ഡൽഹി ഗേറ്റിൽ പോയി ബീഫ് മേടിച്ചിട്ടുണ്ട്. അതെനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ ബീഫ് മേടിച്ച് നമ്മുടെ 13ാം ഫിറോസ് റോഡിൽ ഒരു സിംഗിൾ മുറിയിൽ ഞാൻ പാചകം ചെയ്യുമ്പോൾ നമ്മുടെ കാർട്ടൂണിസ്റ്റ് ഉണ്ണി, അന്ന് മരിച്ചുപോയ നമ്മുടെ TN ഗോപകുമാർ, ബൈത്തറി, എത്രയോ ആൾക്കാരോടെ വന്നിട്ട് ബീഫ് കഴിച്ച് പോയിട്ടുണ്ട്. ഇന്നത്തെ കാലത്ത് ഇന്നത്തെ ഡൽഹിയിൽ അങ്ങനെ ഒരു സ്വാതന്ത്ര്യമുണ്ടോ? ഞാൻ JNU പഠിക്കുന്ന സമയത്ത് എവിടെയൊക്കെയോ നമ്മൾ പോയിട്ടുണ്ട്. ഇന്ന് ഞാൻ JNU പോകുമ്പോൾ ഞാൻ ആ കുട്ടികളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഞാൻ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഈ സൂര്യന് കീഴിലുള്ള എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഇവിടെ ചർച്ച ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഏതെങ്കിലും വിഷയം ചർച്ച ചെയ്താൽ രാജ്യദ്രോഹിയാകും. ഇത് അന്ന് കാശ്മീരിനെ കുറിച്ചൊക്കെ എത്രയോ ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ട്. കാശ്മീരിൽ ഇന്ത്യൻ പട്ടാളത്തിൻ്റെ അധിനിവേശം അല്ലേ എന്നൊക്കെ ചോദിച്ച് എത്രയോ ചർച്ചകൾ അവിടെ നടന്നിട്ടുണ്ട്. ഏതെല്ലാം ഇദി അമീനെക്കുറിച്ച് ചർച്ച, എവിടെ എന്താ നമ്മൾ ചർച്ച ചെയ്യാത്തത്? ചർച്ച ചെയ്തുകൊണ്ട് മറ്റേ ഇന്ത്യ എന്നുള്ള രാജ്യത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടായ? പക്ഷെ നമ്മൾ അടുത്ത സുഹൃത്തുക്കളടക്കം ഒരു സംഘപരിവാർ ലൈനിലേക്കൊക്കെ പോകുമ്പോൾ ഒരു സങ്കടം തോന്നിയിട്ടില്ല? ഏറ്റവും അടുത്ത സെക്കുലർ ഫാബ്രിക്കുള്ള സുഹൃത്തുക്കളടക്കം. അത് നമുക്കിത് തുടക്കം എങ്ങനെയാണെന്നറിയാം. ചില ആൾക്കാർ മെസ്സേജുകളിൽ ചില കാര്യങ്ങൾ പറയും, നമുക്കറിയാം അവിടെ മാറി തുടങ്ങിയെന്ന്. എന്നൊക്കെ വെച്ചാൽ മനസ്സിലാവും. അങ്ങനെ നമ്മൾ ഒരു പക്ഷേ ഇന്ത്യയുടെ ഒരു ബഹുസ്വരതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് നമ്മൾ ധരിച്ചിരുന്ന എത്രയോ ആൾക്കാർ പിന്നീട് ഒരു ഹിന്ദുത്വ ബറ്റാലിയനിൽ പടയാളികളും യോദ്ധാവുമായിട്ട് മാറിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ. അതൊക്കെ സങ്കടകരമാണ്. അത് ഇന്ത്യയിൽ സംഭവിച്ച മാറ്റമാണ്. എന്നിട്ടും പിടിച്ചു നിൽക്കുന്നതല്ല, നമ്മൾ പിടിച്ചു നിൽക്കുന്നില്ലേ ദാസറേ? അത് അസാമാന്യ തൻ്റെ ഇടമല്ലേ അത്? എന്താ കാരണം വെച്ചാൽ ഇവരൊക്കെ മാറിയിട്ടു. ബിട്ടാസ് ഭയങ്കര ആത്മബന്ധമുള്ള 2 ആൾക്കാരെ ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ഒന്ന് പിണറായി വിജയൻ, മറ്റൊന്ന് മമ്മൂട്ടി. ഇത്രയും ഒരു ആത്മബന്ധം ഈ 2 ആൾക്കാരുമായിട്ട് രൂപപ്പെടുത്തിയത്, മറ്റൊരുപാട് ബന്ധങ്ങളുണ്ടാവും, പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിന് ബിട്ടാസിനെ പ്രേരിപ്പിച്ച എന്തെങ്കിലും ഒരു ഘടകങ്ങൾ ഈ 2 പേരിലും ഉണ്ടാവുമല്ലോ. അതെന്താണത്? 2 പേരുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടി വന്നുള്ളതാണ്. പിന്നെ ഒരുപക്ഷെ ഞങ്ങൾക്കിടയിൽ സ്ഥാപിത താല്പര്യമില്ലായിരിക്കും. അതായിരിക്കും പ്രധാനപ്പെട്ട കാരണം. നമുക്കെന്തെങ്കിലും വെസ്റ്റ് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ ബന്ധം വഷളാവുള്ളൂ. ഇപ്പം ഞാൻ കണ്ണൂർ ജില്ലയിൽ മാധ്യമപ്രവർത്തകനായി ജോലി ചെയ്യുന്ന സമയത്ത്, ജോലി ആരംഭിച്ച സമയത്ത് അന്ന് CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയാണ് പിണറായി വിജയൻ. അന്ന് അദ്ദേഹം ജില്ലാ സെക്രട്ടറിയും ഞാൻ ദേശാഭിമാനി ജില്ലാ ലേഖകനുമാണ്. അന്ന് ദേശാഭിമാനി എന്ന് പറഞ്ഞാൽ കണ്ണൂർ ഇന്നും അത് വലിയ പ്രധാനപ്പെട്ട ഒരു പത്രമാണ്. അന്ന് ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്, ഒരു കുടിസുമുറിയിലാണ് ദേശാഭിമാനിയുടെ ഓഫീസുള്ളത്. സ്വന്തമായ ഓഫീസും എഡിഷനൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ജില്ലാ സെക്രട്ടറി, ഞാൻ ജില്ലാ ലേഖനും. പല പരിപാടികൾക്കും ഞങ്ങൾ ഒരുമിച്ചായിരിക്കും പോവുക. അദ്ദേഹത്തിൻ്റെ കാറിൽ നമ്മളെ കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. അപ്പോൾ അന്ന് തുടങ്ങിയിട്ടുള്ള ഒരു ബന്ധമാണ്. പിന്നീട് അതിങ്ങനെ തുടർന്നു.
എൻ്റെ വഴിത്തലയിലെ പല പ്രധാനപ്പെട്ട തീരുമാനങ്ങളും അല്ലെങ്കിൽ തീരുമാനങ്ങൾക്ക് സഹായകരമായ അദ്ദേഹത്തിൻ്റെ നിലപാടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ ഞാൻ കൈരളിയുടെ ഒരു ചുമതലക്കാരനായി വരുന്നതിൽ മമ്മൂട്ടിയോടൊക്കെ സംസാരിക്കുകയും ഇങ്ങനൊരു സജഷൻ ഉണ്ട് എന്ന്, അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു റോ ഹാൻഡിനെ അല്ലെങ്കിൽ ഈ മേഖലയുമായിട്ട് വലിയ പരിചയമില്ലാത്ത ഒരാളെയൊന്നും ഒരു സ്ഥാപനത്തെ തലപ്പത്തേക്കൊന്നും അവരോധിക്കപ്പെടില്ല. അപ്പോൾ അതിലൊക്കെ അദ്ദേഹം നിമിത്തമായെന്നും അദ്ദേഹം സഹായിച്ചിട്ടുണ്ടെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അപ്പോൾ പിന്നെ മമ്മൂക്കയായിട്ടൊരു 1/4 നൂറ്റാണ്ട് കാലത്ത് നിരന്തര ബന്ധമാണ്. പക്ഷെ അതും ഈ പറഞ്ഞ പോലെ ഞങ്ങൾക്കിടയിൽ അദ്ദേഹം ഏത് സിനിമയിൽ ഏത് റോൾ അഭിനയിക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയാറില്ല. അതേപോലെ തന്നെ പലരും എന്നെ വിളിച്ചിട്ട് മമ്മൂക്കയുടെ ഒരു കോൾ ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അമ്മാരി പരിപാടിയൊന്നും എനിക്കില്ല. അദ്ദേഹം സിനിമ അദ്ദേഹത്തിൻ്റെ. അതേസമയം ഞങ്ങൾക്കിടയിലുള്ള സംസാരത്തിൽ ഞങ്ങൾ എല്ലാ കാര്യങ്ങളും സംസാരിക്കും. മിക്കവാറും ദിവസങ്ങളിൽ ഞങ്ങൾ സംസാരിക്കും. ഈ ലോകത്ത് കിടക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങൾ പറയും, തമാശ പറയും, ചിരിക്കും, പല കാര്യങ്ങളും പറഞ്ഞു പോകും. അതൊരു നൈസർഗികമായിട്ടുള്ള ബന്ധമാണ്. അത് നാസർ പറഞ്ഞ പോലെ എൻ്റെ ജീവിതത്തിലൊരു സൗഭാഗ്യമായിട്ട് ഞാൻ എന്നെ കരുതുന്നു. എന്ന് വെച്ചാൽ അതുപോലെ 2 വ്യക്തിത്വങ്ങൾ എന്നോട് എത്രത്തോളം സാമീപ്യം പുലർത്തുന്നു എന്നുള്ളത് ചെറിയ കാര്യമില്ല. അത് ഞാനെന്നുള്ള ഒരു ചെറിയൊരാൾക്ക് കിട്ടണ വലിയൊരു അംഗീകാരം. ഇപ്പോൾ രാജ്യസഭ MP ഇപ്പോൾ JB ജംഗ്ഷനൊക്കെ മിസ് ചെയ്യുന്നുണ്ടോ? പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, പൊതുവേ എനിക്ക് മാധ്യമപ്രവർത്തനത്തോടൊരു വിരക്തി തോന്നി തുടങ്ങി. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ JB ജംഗ്ഷനൊക്കെ ഞാൻ എൻജോയ് ചെയ്ത ഒരു പരിപാടിയാണ്. പക്ഷേ ഇന്ന് എനിക്കത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കാരണം അതൊരു എൻ്റർടൈൻമെൻറ്റ് ഷോ ആയിരുന്നു. അതായത് ഔട്ട് ആൻഡ് ഔട്ട് എൻ്റർടൈൻമെൻറ്റ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതിനകത്ത് മാധ്യമപ്രവർത്തനമൊന്നും കാണരുത്, ഇതൊരു ഷോയാണ്. ഹ്യൂമർ, മറ്റു കാര്യങ്ങൾ, അന്വേഷണങ്ങൾ, ഈവൻ പ്രോബിങ് സംബടി, ഒരാളുടെ രഹസ്യമേഖലയിലേക്ക് പോകുന്നു, തമാശകൾ, എല്ലാം കൂടി. പക്ഷേ ഇന്ന് ഞാൻ ആ പരിപാടി ചെയ്താൽ ഒരു പക്ഷേ പറയും, രാജ്യസഭ MP, CPM-ൻ്റെ രാജ്യസഭയിലെ നേതാവ് നോക്ക് ചോദിക്കുന്ന ചോദ്യം കണ്ടോ, ഇതൊക്കെയാണോ ചോദിക്കേണ്ടത് എന്ന് ചോദിച്ച് എല്ലാം വിവാദമാണ്. അതുകൊണ്ട് ഒരു പക്ഷേ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ചില നല്ല ആൾക്കാരെയൊക്കെ കാണുമ്പോൾ എനിക്ക് ഇവനെയൊന്നും എൻ്റെ കൈ കിട്ടിയാൽ കൊള്ളായിരുന്നു എന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഈ രഹസ്യങ്ങളൊക്കെ എങ്ങനെ ചോർത്തിയെടുക്കുക, വ്യക്തിജീവിതത്തിലേക്ക് ഇടിച്ചു കയറുക എന്നൊക്കെ ആയിരുന്നു ആ സമയത്തുണ്ടായ ആരോപണങ്ങളിലൊന്ന്. അല്ല, അത് ശരിയായിരുന്നു. പക്ഷേ ഞാനത് പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും. പിന്നെ 2 നാസറെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരു അതിഥിയെയും ഞാൻ വിമ്മിഷ്ടപ്പെടുത്തിയിട്ടില്ല. അവർ മനസ്സ് തുറന്ന് പറയാൻ ആഗ്രഹമുണ്ട്. പിന്നെ ഇവർക്കെന്താണോ കാര്യം പറഞ്ഞു. പിന്നെ വേറെ കാര്യമുണ്ട്, ഇതെല്ലാം ഈ കണ്ണ് ചിമ്മാതെ കണ്ടിരിക്കുന്ന വിദ്വാന്മാരാണ് കുറ്റം പറയാ. ശരിയല്ലേ? ശരിയാ. ഓരോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഹിന്ദിയിലൊക്കെയുള്ള ഈ എന്താണ് കരൺ ജോഹർ ഷോയൊക്കെ, ആ ഷോയൊക്കെ കാണുമ്പോൾ നമ്മളൊക്കെ നടത്തിയ ഷോ എന്നൊക്കെ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വല്ല പുണ്യന്മാരുടെ പട്ടികയിൽപ്പെടുത്തേണ്ട ഷോ അല്ലേ. അപ്പോൾ ഈ കെട്ടകാലത്തും നമ്മൾ ഈ രാഷ്ട്രീയത്തിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ഒരു MP എന്നുള്ള മേൽവിലാസം ഉപയോഗിച്ചിട്ട് ശക്തമായിട്ട് തന്നെ നമ്മുടെ സാന്നിധ്യം അറിയിക്കുക എന്നുള്ളത് തന്നെയായിരിക്കും വിട്ടാസ് ഇനിയും തൽക്കാലം തുടരാൻ പോകുന്നൊരു ദൗത്യം. ഇനിയും നിയോഗിക്കപ്പെട്ട ഒരു ദൗത്യമാണത്. 2 എന്ന് പറഞ്ഞാൽ ഈ കെട്ടകാരെന്ന് പറയുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഏറ്റവും ഇരുണ്ട ഒരു കാലഘട്ടത്തിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ മതനിരപേക്ഷതയുടെ സാഹോദര്യത്തിൻ്റെ ഒരു ശബ്ദമായി, അതിൽ ചെറിയ നേർത്ത ശബ്ദവീജിയാണെങ്കിൽ പോലും ആ ശബ്ദവീജിയുടെ ഒരു ഉടമയാകാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. ആ ശബ്ദവീജിക്ക് കുറേയും കൂടി തിളക്കവും മുഴക്കവും കൊടുക്കാൻ വരുന്ന നിങ്ങൾ കഴിയുമോ എന്നാണ് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കനൽ ഒരു തരി പോരാന്നാണ് നമുക്ക് തോന്നുന്നത്. കനലാളി കത്തട്ടെ. ഇനിയും ആരോ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ, പെർപെച്വൽ ഓപ്റ്റിമിസ്റ്റ് അല്ലേ നാസറെ. അഭിമുഖം കഴിയുന്നതിന് മുമ്പ് നാസറെക്കുറിച്ച് കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. അത് പറഞ്ഞു അതുകൊണ്ട് നാസർ എൻ്റെ ഒരു ഇളയ സഹോദരനെ പോലെയുള്ളതാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഡൽഹിയിൽ നിന്ന് ആ കാലഘട്ടമൊക്കെ ഒരു വലിയൊരു കാലഘട്ടമല്ലേ നാസറെ. അന്ന് ഞാൻ കുറച്ച് മുതിർന്ന ഒരാളായിരുന്നു. ഇന്ന് ഞാൻ നാസറെ അന്ന് നാസറയൊക്കെ അത് ലാൻഡ് ഫോൺ കാലഘട്ടമായതുകൊണ്ട് പല രൂപത്തിലും ഭാവത്തിലൊക്കെ വിളിച്ചിട്ട് മറക്കൂലെന്നറിയാം. അതെല്ലാവരുടെ ഇടയിലുള്ളൊരു സൗഹൃദമായിരുന്നു. പക്ഷെ അന്നത്തെ ആ സൗഹൃദമൊന്നും ഇന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ന് മാധ്യമ മേഖലയിൽ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ കാണാറില്ല. ഒരുപാട് വലിയ നേതാക്കളും ഒരു TV ഷേണായി, നരേന്ദ്രൻ, വിജയമോഹൻ, ഒരുപാട് മനുഷ്യർ പോയി. അതെ, ഒരുപാട് പേര് പോയി. വലിയൊരു വിടവ് സംഭവിച്ചു. പിന്നെ നല്ല തലയെടുപ്പുള്ള രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇതെല്ലാം ഒരു അനുഭവമായിരുന്നു ആ കാലഘട്ടത്തിൽ. വിട്ടാസ് താമസിക്കുന്ന അതേ VP ഹൗസിലാണ് ഇന്ദ്രജിത്ത് ഗുപ്തയൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നത്. മാത്രമല്ല വാജ്പേയിയൊക്കെ വന്ന് കയറി മുകളിൽ കയറിയിട്ട് സായങ്കാലം ചിലവഴിച്ച് തിരിച്ചു പോകുന്നതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നതാണ് അന്നത്തെ കാലത്ത്. അന്നത്തെ കാലത്ത് പ്രസ് ക്ലബിൻ്റെ ഓപ്പോസിറ്റ് ചംസ്വർ ക്ലബിൻ്റെ അപ്പുറത്താണ് AB വാജ്പേയിയുടെ വീട്. നമ്മളൊക്കെ കയറി അങ്ങ് ഇറങ്ങി കയറി പോവുക, വീട്ടിലേക്ക് കയറി അങ്ങ് പോവുക.
ഇന്നൊന്നും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല ആൾക്കാർക്ക്, മാധ്യമപ്രവർത്തകർക്ക്. ഇന്നൊക്കെ ഡൽഹിയിൽ മാധ്യമപ്രവർത്തകർക്ക് ചപ്രാസിയുടെ വിലയില്ല. പാർലമെൻറ്റിലൊക്കെ ഓരോ മാധ്യമപ്രവർത്തകർ വന്ന് തലയും ചൊറിഞ്ഞ് നിൽക്കുക. എന്നാൽ കാരണം അവരെ ഉള്ളിൽ കയറ്റാൻ പോലും പറ്റുന്നില്ല. കയറ്റിയാൽ അവിടെ നിൽക്കണം. എന്നാൽ കാരണം ഒരു മാന്യമായ ഒരു ട്രീറ്റ്മെൻറ്റ് പോലും ഇന്നൊരു മാധ്യമപ്രവർത്തകർക്ക് കിട്ടുന്നില്ല. അതാണ് ഇന്നത്തെ മാധ്യമ ലോകത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദുരവസ്ഥ എന്ന് പറയുന്നത്. മാറി വരുമെന്ന് പ്രതീക്ഷിക്കല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശുഭാപ്തി വിശ്വാസം വല്ലാതെ എനിക്കുള്ള ഒരാളാണ്. ഒരു പെർപ്പച്വൽ ഓപ്റ്റിമിസ്റ്റാണ്. ഒരുപക്ഷെ ഈ കെട്ടകാലത്തിൽ നിന്ന് ഇന്ത്യ മാറി നടക്കുമെന്നും നമ്മുടെ വഴി മാറുമെന്നും ഉള്ള ഒരു ശുഭപ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്. എന്തായാലും വൺ സ്റ്റോറിയും അതേ വികാരം ആണ് പങ്കുവെക്കുന്നത്. നമ്മൾ മാറും, ഡൽഹി മാത്രമല്ല നമ്മളും മാറും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നാസറിനും വൺ സ്റ്റോറിക്കും എൻ്റെ എല്ലാവിധ ആശംസകളും ഭാവങ്ങളും. താങ്ക് യു. താങ്ക് യു.